ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8/6/2024 നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 66/24. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ഇനി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ് കേട്ടോ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഇനി സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1798 ആണ്. എന്നാണ് 1798 കേട്ടോ. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ്. ഏതാണ്? ഹൈദരാബാദ് ആണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ചോദിച്ചാൽ അത് ഹൈദരാബാദ് ആണ്. അപ്പം ഈ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം എന്താണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തുകയും ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തുകയും വേണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളില് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ജപ്പാൻ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലണ്ട്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ജർമ്മനി, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 3ഉം മാത്രമാണ് ഉൾപ്പെടാത്തവ. ഏതൊക്കെയാണ്? ജപ്പാനും ജർമ്മനിയുമാണ് ഉൾപ്പെടാത്തത്. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തില് അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആണ് കേട്ടോ. അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആണ്. ഇനി അച്ചുതണ്ട് ശക്തികൾക്കെതിരെ രൂപീകരിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യം അറിയപ്പെടുന്ന പേരാണ് സഖ്യശക്തികൾ. എന്താണ്? അച്ചുതണ്ട് ശക്തികൾക്കെതിരെ രൂപീകരിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യം അറിയപ്പെട്ടത് എന്താണ്? സഖ്യശക്തികൾ അഥവാ അലൈഡ് പവേഴ്സ് എന്നാണ് കേട്ടോ. ഇനി സഖ്യശക്തികൾ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഏതൊക്കെയാണ്? ബ്രിട്ടനും ഫ്രാൻസും ചൈനയാണ് സഖ്യശക്തികളിൽ ഉൾപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. അപ്പം നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാന കാലത്ത് ആരംഭിച്ച പ്രധാന ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിക് കോളേജ് ആണ് കേട്ടോ. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ആരംഭിച്ച പ്രധാന ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിക് കോളേജ് എന്നിവയാണ് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ചേര രാജവംശം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മൂഷക രാജവംശം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ആയി രാജവംശം, നാലാമത് പറഞ്ഞിരിക്കുന്നത് ചോള രാജവംശം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ഉം 3ഉം മാത്രമാണ് ഉൾപ്പെടാത്തവ. ഏതാ? തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? അത് മൂഷക രാജവംശവും ആയി രാജവംശമാണ് കേട്ടോ. മൂഷക രാജവംശവും ആയി രാജവംശമാണ്. ഇനി സംഘകാലഘട്ടത്തില് പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങൾ ഏതൊക്കെയാണ്? അത് ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാരാണ് കേട്ടോ. സംഘകാലത്ത് പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങളാണ് ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പുരാതനമായ രാജവംശം ഏതാണ്? ദക്ഷിണ കേരളത്തിലെ
ഏറ്റവും പുരാതനമായ രാജവംശം ചോദിച്ചാൽ അത് ആയി രാജവംശമാണ് കേട്ടോ. ആയി രാജവംശം. ഇനി കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ, കാസർഗോഡ് എന്നീ ഭാഗങ്ങൾ ഉൾപ്പെട്ട രാജവംശം ഏതാണ്? അത് മൂഷക രാജവംശമാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ, കാസർഗോഡ് എന്നീ ഭാഗങ്ങൾ ഉൾപ്പെട്ട രാജവംശം ചോദിച്ചാൽ അത് മൂഷക രാജവംശമാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കുമിങ്താങ് പാർട്ടി, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബോൾഷെവിക് പാർട്ടി, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫലാങ് പാർട്ടി, നാലാമത് പറഞ്ഞിരിക്കുന്നത് മെൻഷെവിക് പാർട്ടി. അപ്പം റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് കുമിങ്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയാണ് കേട്ടോ. ഉൾപ്പെടാതിരുന്ന പാർട്ടികൾ ഏതൊക്കെയാണ്? കുമിങ്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയും. ഇനി റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെട്ട പാർട്ടികൾ ഏതൊക്കെയാണ്? അത് ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയാണ് കേട്ടോ. ഇനി ലോകത്തില് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ്? ലോകത്തില് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ചോദിച്ചാൽ അത് റഷ്യൻ വിപ്ലവമാണ്. വർഷം എന്നാണ്? വർഷം അത് 1917 കേട്ടോ. ഇനി റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളെ അധിഷ്ഠിതമായി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അതാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എന്താണ്? റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു പാർട്ടിയായിരുന്നു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. ഈ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് എന്താണ്? രണ്ടായി പിരിഞ്ഞുണ്ടായ വിഭാഗങ്ങളാണ് ഈ മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. ഒന്നുകൂടെ പറയാം, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ടായി പിരിഞ്ഞു ഉണ്ടായ വിഭാഗങ്ങളാണ് മെൻഷെവിക്കുകളും അഥവാ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം. ഇനി മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയ നേതാക്കളാണ് ആരൊക്കെയാണ്? അത് ലെനിനും ട്രോട്സ്കിയും ആണ് കേട്ടോ. ലെനിനും ട്രോട്സ്കിയും ആണ് മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. ഇനി ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അത് അലക്സാണ്ടർ കെരൻസ്കി ആണ് കേട്ടോ. അലക്സാണ്ടർ കെരൻസ്കി ആണ്. അപ്പം ദക്ഷിണ ചൈനയില് സൺ യാത് സണ്ണിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് കുമിങ്താങ് പാർട്ടികളാണ് കേട്ടോ. ഈ കുമിങ്താങ് പാർട്ടി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് കുമിങ്താങ് പാർട്ടി ദക്ഷിണ ചൈനയില് സൺ യാത് സണ്ണിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് കുമിങ്താങ് പാർട്ടിയായിരുന്നു. അപ്പൊ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയും ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും. മെൻഷെവിക് ആണെങ്കിൽ അലക്സാണ്ടർ കെരൻസ്കിയും ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളില് സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ബുധൻ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചൊവ്വ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശനി, നാലാമത് പറഞ്ഞിരിക്കുന്നത് ശുക്രനാണ്. ഏതാ? സൗരയൂഥത്തില് ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ബുധൻ, ചൊവ്വ, ശനി, ശുക്രൻ. അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ബുധനും ശുക്രനും ആണ് കേട്ടോ. ബുധനും ശുക്രനും ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ഓപ്ഷൻ എ കാമ്പ്, ഓപ്ഷൻ ബി ഭൂവൽക്കം, ഓപ്ഷൻ സി അസ്തനോസ്ഫിയർ, ഓപ്ഷൻ ഡി അഗ്നിപർവ്വത ജന്യശില. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അസ്തനോസ്ഫിയർ ആണ് കേട്ടോ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിന്റെ പ്രഭവ കേന്ദ്രം ഏതാണ്? അത് അസ്തനോസ്ഫിയർ ആണ്. ഇനി ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഭൂവൽക്കം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇനി ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നതാണ് ഭൂവൽക്കം. ഇനി ഭൂമിയുടെ ഉള്ളറയില് ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളി ഏതാണ്? ഭൂമിയുടെ ഉള്ളറയില് ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളി ചോദിച്ചാൽ അത് മാന്റിലാണ് കേട്ടോ. ഏതാണ്? മാന്റിലാണ്. ഇനി ശിലാമണ്ഡലത്തിൽ തൊട്ടു താഴെയായി അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന മാന്റിലിന്റെ ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിന്റെ പ്രഭവ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസ്തനോസ്ഫിയർ ആണ് കേട്ടോ. അസ്തനോസ്ഫിയർ. ഇനി മാന്റിലിന് കീഴ്ഭാഗത്തിനും തൊട്ടു താഴെയായി ഏറ്റവും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാളി ഏതാണ്? അത് കാമ്പാണ് കേട്ടോ. ഏതാണ്? മാന്റിലിന് കീഴ്ഭാഗത്തിനും തൊട്ടു താഴെയായി ഏറ്റവും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാളി ചോദിച്ചാൽ അത് കാമ്പാണ്. ഇനി മാന്റിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാന്റിലിന്റെയും കാമ്പിന്റെയും അതിർവരമ്പ് അത് ഗുട്ടൻബർഗ്
വിച്ഛിന്നത എന്നറിയപ്പെടുന്ന കേട്ടോ. ആ മാൻറ്റിലിന്റെയും കാമ്പിന്റെ അതിർവരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നറിയപ്പെടുന്നത്. പുറക്കാമ്പ് എപ്പോഴും ഏതവസ്ഥയിലായിരിക്കും? പുറക്കാമ്പ് അത് ദ്രാവക അവസ്ഥയിലാണ് കേട്ടോ. പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലാണ്. ഇനി അകക്കാമ്പ് ഖര അവസ്ഥയിലും ആയിരിക്കും കേട്ടോ. അകക്കാമ്പ് ഖര അവസ്ഥയിലും ആയിരിക്കും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാ കവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയാണ്. അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ഭൂമിയിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ 1ഉം 4ഉം ആണ് കേട്ടോ. ഏതാ? വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. ഇനി ഭൂമിയിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ് എന്ന ആൻസർ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടൊന്നുമില്ല. അയണോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത് കേട്ടോ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ ആണ്. ഇനി ചാർജ് ഉള്ള കണികകൾ അഥവാ അയോണുകൾ അധികമായി കാണപ്പെടുന്ന തെർമോസ്ഫിയറിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ചാർജ് ഉള്ള കണികകൾ അഥവാ അയോണുകൾ അധികമായി കാണപ്പെടുന്ന തെർമോസ്ഫിയറിന്റെ ഭാഗത്തെ വിളിക്കുന്നതാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ് കേട്ടോ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ്. ദീർഘദൂര വാർത്താവിനിമയത്തിന് സഹായകരമാകുന്ന ഭാഗം ഏതാണ്? അത് അയണോസ്ഫിയർ ആണ് കേട്ടോ. ദീർഘദൂര വാർത്താവിനിമയത്തിന് സഹായകരമാകുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് അയണോസ്ഫിയർ ആണ്. ഇനി അന്തരീക്ഷത്തിലെത്തുന്ന റേഡിയോ തരംഗങ്ങളെ ഇത് ഭൂമിയിലേക്ക് തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നു കേട്ടോ. അന്തരീക്ഷത്തിലെത്തുന്ന റേഡിയോ തരംഗങ്ങളെ ഇത് ഭൂമിയിലേക്ക് തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നു. ഇനി അയണോസ്ഫിയറിന്റെ ഉയരം ചോദിച്ചാൽ ഏകദേശം 80 മുതൽ 300 കിലോമീറ്റർ വരെയാണ് കേട്ടോ. അയണോസ്ഫിയറിന്റെ ഉയരം ചോദിച്ചാൽ ഏകദേശം 80 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഭൗമോപരിതലത്തിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് മിസോസ്ഫിയർ ആണ് കേട്ടോ. മിസോസ്ഫിയർ ആണ്. ഇനി അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ചോദിച്ചാൽ അത് മീസോസ്ഫിയറിലാണ്. ഇനി ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ എന്താണ്? ഘർഷണത്താൽ കത്തിച്ചാരമാവുന്ന കേട്ടോ. ഇനി മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ചോദിച്ചാൽ അത് മീസോ പാസ് ആണ്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ചോദിച്ചാൽ അത് മീസോ പാസ് ആണ്. ഇനി നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസിന്റെ മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസിന്റെ മേഘങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാല് അത് മീസോസ്ഫിയർ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ഓപ്ഷൻ എ കാശ്മീർ ഹിമാലയം, ഓപ്ഷൻ ബി ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഓപ്ഷൻ സി ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, ഓപ്ഷൻ ഡി അരുണാചൽ ഹിമാലയം. അത് ഓപ്ഷൻ എ കാശ്മീർ ഹിമാലയമാണ് കേട്ടോ. ഏതാണ്? കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണെന്ന് വെച്ചാൽ അത് കാശ്മീർ ഹിമാലയമാണ് കേട്ടോ. കാശ്മീർ ഹിമാലയം. 10ാമത്തെ ക്വസ്റ്റ്യൻ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് ഓപ്ഷൻ സി കാപ്പിയാണ് കേട്ടോ. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം കാപ്പിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് കാപ്പിയാണ് കേട്ടോ. തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് കാപ്പിയാണ്. ഇനി കാപ്പിയുടെ ജന്മദേശം എവിടെയാണ്? അത് എത്യോപ്യയാണ് കേട്ടോ. കാപ്പി ചെടിയുടെ ജന്മദേശം ചോദിച്ചാൽ അത് എത്യോപ്യയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാപ്പി ഇനം ഏതാണ്? ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാപ്പി ഇനം ചോദിച്ചാൽ അത് അറബിക്കയാണ് കേട്ടോ. അറബിക്ക. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ആനമല, ഓപ്ഷൻ ബി ചേരക്കൊമ്പൻ മല, ഓപ്ഷൻ സി പുളിച്ചിമല, ഓപ്ഷൻ ഡി ഇളമ്പലേരി മല. അത് ഓപ്ഷൻ ഡി ഇളമ്പലേരി മലയാണ് കേട്ടോ. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി മലയിൽ നിന്നാണ്. ഇനി ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഭാരതപ്പുഴ അത് ആനമലയിൽ നിന്നാണ് കേട്ടോ.
ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നും. ഇനി പമ്പ എവിടെ നിന്നാണ്? പമ്പ അത് പുളിച്ചിമലയാണ് കേട്ടോ. പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയാണ്. ഇനി പെരിയാറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? പെരിയാറിന്റെ ഉത്ഭവം ചോദിച്ചാൽ അത് ശിവഗിരി മലയാണ്. പെരിയാറ് ശിവഗിരി മലയാണ്. ഇനി കബനി നദിയുടെ ഉത്ഭവം എവിടെയാണ്? കബനി നദി അത് തൊണ്ടാർമുടിയാണ് കേട്ടോ. തൊണ്ടാർമുടി. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ നോബൽ കാബിയസ്, ഓപ്ഷൻ ബി മാൻസിനസ് സി സിംബലിയസ് എൻ, ഓപ്ഷൻ സി ഫൗസ്റ്റിനി ഹാവോർത്ത്, ഓപ്ഷൻ ഡി ഗർലാഷെ സെർഡ്രപ്പ്. അപ്പം ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മാൻസിനസ് സി സിംബലിയസ് എൻ ആണ്. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് ചോദിച്ചാൽ അത് 2023 ജൂലൈ 14 കേട്ടോ. 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം ചോദിച്ചാൽ അത് LVM-3M4 ആണ് കേട്ടോ. LVM-3M4 ആണ്. ഭാരം എത്രയാണ്? അത് 3895 കിലോഗ്രാം ആണ്. 3895 കിലോഗ്രാം ആണ് കേട്ടോ. ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? അത് ശിവശക്തി പോയിന്റ് ആണ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലമാണ് ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഇനി ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ഏതാണ്? അത് വിക്രം ആണ് കേട്ടോ. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ അറിയപ്പെടുന്ന പേരാണ് വിക്രം. ഇനി റോവർ ഏതാണെന്ന് വെച്ചാൽ അത് പ്രഗ്യാൻ ആണ്. റോവർ ഏതാണ്? അത് പ്രഗ്യാൻ ആണ് കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? ഓപ്ഷൻ എ നീതി മണ്ഡൽ, ഓപ്ഷൻ ബി നീതി ബോർഡ്, ഓപ്ഷൻ സി പ്ലാനിംഗ് ബോർഡ്, ഓപ്ഷൻ ഡി നീതി ആയോഗ്. അത് ഓപ്ഷൻ ഡി നീതി ആയോഗ് ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ് ആണ്. ഇനി നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 2015 ജനുവരി 1 കേട്ടോ. 2015 ജനുവരി 1. ഇനി നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഏതാണ്? അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് കേട്ടോ. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ഇനി നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നിലവിലെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അത് സുമൻ കെ ബെറിയു ആണ് കേട്ടോ. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറിയും. ഇനി നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നീതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം ആണ്. BVR സുബ്രഹ്മണ്യം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ സി കെയ്ൻസ്, ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ ആണ് കേട്ടോ. MS സ്വാമിനാഥൻ. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗും. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥനും കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം? അത് ഓപ്ഷൻ ഡി നബാർഡ് ആണ് കേട്ടോ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാന ധനകാര്യ സ്ഥാപനം ചോദിച്ചാൽ അത് നബാർഡ് ആണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ഏതാണ്? നബാർഡ് ആണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന നബാർഡ് ആണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ശിവരാമൻ കമ്മിറ്റിയാണ്. ആസ്ഥാനം മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പണച്ചുരുക്കം, ഓപ്ഷൻ ബി നിശ്ചലാവസ്ഥ, ഓപ്ഷൻ സി പണപ്പെരുപ്പം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പണപ്പെരുപ്പമാണ് കേട്ടോ. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പണപ്പെരുപ്പം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോലാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അറിയപ്പെടുന്നതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അത് ഓപ്ഷൻ
ബി നിർമ്മല സീതാരാമനാണ് കേട്ടോ, നിർമ്മല സീതാരാമനാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഓപ്ഷൻ എ, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ബി പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ സി പറയുന്നത് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ഡി പറയുന്നത് 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയും ആയിരുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബിയും സിയും മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഇനി മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ് കേട്ടോ. രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് എന്താണ്? കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് എന്താണ്? കാലാവധി ഇല്ല. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ് കേട്ടോ. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ്. ഇനി ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ഈ 42ാം ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ്? ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. ഇനി 44ാം ഭേദഗതിയിലൂടെ ഇതെന്താണ്? അത് പുനഃസ്ഥാപിക്കപ്പെട്ടു കേട്ടോ. 44ാം ഭേദഗതിയിലൂടെ ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടു. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് വെച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദും. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാല് അത് ഇന്ദിരാഗാന്ധിയുമാണ്. ഇന്ദിരാഗാന്ധിയുമാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക. ഓപ്ഷൻ എ പറയുന്നത് ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ഓപ്ഷൻ ബി പറയുന്നത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ഓപ്ഷൻ സി പറയുന്നത് ഇന്ത്യയില് ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നത് രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എയും ബിയും ഡിയും തെറ്റാണ് കേട്ടോ. ലോക്സഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറയുന്നതും ഇനി എന്താണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. പിന്നെ എന്താണ്? രാജ്യസഭയുടെ നടപടി നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആണ് എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇനി രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ചോദിച്ചാൽ അത് പരോക്ഷമായ തിരഞ്ഞെടുപ്പാണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ചോദിച്ചാൽ അത് പരോക്ഷമായ തിരഞ്ഞെടുപ്പ് രീതിയാണ് കേട്ടോ. ഇനി ലോക്സഭാ അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന രീതി ചോദിച്ചാൽ അത് FPTP അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ലോക്സഭാ അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന രീതിയാണ് FPTP അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ അത് ഉപരാഷ്ട്രപതിയാണ്. ലോക്സഭയുടെ അല്ലെങ്കിൽ ലോക്സഭാ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ്? ലോക്സഭയുടെ അല്ലെങ്കിൽ ലോക്സഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 5 വർഷമാണ്. എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആചാര്യ നരേന്ദ്ര ദേവ്. ഓപ്ഷൻ ബി ശ്യാമപ്രസാദ് മുഖർജി. ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ ഡി ദീൻ ദയാൽ ഉപാധ്യായ. അത് ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഇനി ഡോക്ടർ BR അംബേദ്കറുടെ മറ്റ് പ്രധാന കൃതികൾ ചോദിച്ചാൽ അത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. എന്താണ്? അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ബുദ്ധ ഓർ കാറൽ മാർക്സ്, ഹു വേർ ശൂദ്രാസ്. ഇതൊക്കെ ഡോക്ടർ BR അംബേദ്കറുടെ പ്രധാന കൃതികളാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ബുദ്ധ ഓർ കാറൽ മാർക്സ്, ഹു വേർ ശൂദ്രാസ്. ഇതൊക്കെ എന്താണ്? BR അംബേദ്കറുടെ പ്രധാന കൃതികളാണ്. ഇനി
1936 അംബേദ്കർ സ്ഥാപിച്ച പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അത് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയാണ് കേട്ടോ. 1936 അംബേദ്കർ സ്ഥാപിച്ച പാർട്ടി ചോദിച്ചാൽ അത് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്നാണ്. 1942 ഇതിന്റെ പേരെന്താണ്? ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നാക്കി മാറ്റി. 1942 ഇതിന്റെ പേര് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നാക്കി മാറ്റി കേട്ടോ. ഇനി 1920 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷന് രൂപം നൽകിയ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അതും ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. എന്താണ്? 1920 ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷന് രൂപം നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയില് ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആമുഖത്തിൽ, ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങളിൽ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിൽ, ഓപ്ഷൻ ഡി മൗലിക ചുമതലകളിൽ. അത് ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയില് ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അത് നിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. ഇനി പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു. ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ അതും നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. കടമെടുത്തത് എവിടെ നിന്നാണെന്ന് പറയണം. ഓപ്ഷൻ എ പറയുന്നത് അടിയന്തരാവസ്ഥ. എവിടെ നിന്നാണ് കടമെടുത്തത്? അത് ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ. അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. ഇനി ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ്? അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇനി ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അത് അമേരിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇനി അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അവശിഷ്ട അധികാരങ്ങള് അത് കാനഡയിൽ നിന്നാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നും. ഭരണഘടന ഭേദഗതി കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഇനി ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ കടമെടുത്തിരിക്കുന്നത് അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ മണ്ഡൽ കമ്മീഷൻ, ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ, ഓപ്ഷൻ സി ഷാ കമ്മീഷൻ, ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ. അത് ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ ആണ് കേട്ടോ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സർക്കാരിയ കമ്മീഷൻ ആണ്. ഇനി പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ചോദിച്ചാൽ അത് മണ്ഡൽ കമ്മീഷൻ ആണ് കേട്ടോ. പിന്നാക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. 1968 ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ചോദിച്ചാൽ അത് കോത്താരി കമ്മീഷൻ ആണ്. ഏതാണ്? കോത്താരി കമ്മീഷൻ ആണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആര് പറഞ്ഞ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ് കേട്ടോ. ഇനി ഫോർവേഡ് ബ്ലോക്കിന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാൽ അതാരാണ്? ഫോർവേഡ് ബ്ലോക്കിന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ഭയത്തിൽ നിന്നുള്ള മോചനം അഥവാ ഫ്രീഡം ഫ്രം ഫിയർ. ആരുടെയാണ്? അത് ആങ് സാങ് സൂക്കിയുടെയാണ് കേട്ടോ. ഭയത്തിൽ നിന്നുള്ള മോചനം അഥവാ ഫ്രീഡം ഫ്രം ഫിയർ ആങ് സാങ് സൂക്കിയുടെയാണ്. ഇനി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര അഥവാ ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെയാണ്? അത് നെൽസൺ മണ്ടേലയുടെയാണ് കേട്ടോ. നെൽസൺ മണ്ടേലയുടെയാണ്. ഇനി സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ. 2 കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി ആരുടെയാണ്? അത് ഇസയ ബെർലിൻ ആണ് കേട്ടോ. ഇസയ ബെർലിൻ. ഏതാണ്? അടുത്തത് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് ഓൺ ലിബർട്ടി. സ്വാതന്ത്ര്യത്തിലേക്ക് ഓൺ ലിബർട്ടി ആരുടെയാണ്? അത് JS മില്ലിന്റെ ആണ് കേട്ടോ. JS മില്ല്. ഒന്നുകൂടെ പറയാം,
ഭയത്തിൽ നിന്നുള്ള മോചനം. ഫ്രീഡം ഫ്രം ഫിയർ ആരുടെയാണ്? അത് ആങ് സാങ് സൂക്കിയുടെയാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര അഥവാ ലോങ് ബാക്ക് ടു ഫ്രീഡം, അത് നെൽസൺ മണ്ടേലയുടെയാണ്. ഇനി സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് മാനങ്ങൾ അഥവാ ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, അത് ഇസയ ബെർലിൻ ആണ് കേട്ടോ. ഇസയ ബെർലിൻ ആണ്. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക് അഥവാ ഓൺ ലിബർട്ടി, അത് ആരുടെയാണ്? അത് JS മില്ലിന്റെ ഗ്രന്ഥമാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 27ാമത്തെ ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന്? അത് ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20-നാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 20-നാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി ചോദിച്ചാൽ അത് 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതിയാണ് 2023 സെപ്റ്റംബർ 28-ന്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരത്തിന് കായിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി? ഓപ്ഷൻ എ കേരള ഗ്രാമം, ഓപ്ഷൻ ബി നാടൻ കളി, ഓപ്ഷൻ സി സൗഹൃദ കൂട്ടം, ഓപ്ഷൻ ഡി കളിത്തട്ട്. അത് ഓപ്ഷൻ ഡി കളിത്തട്ടാണ്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. ഇനി സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതി ചോദിച്ചാൽ അത് സ്പ്ലാഷ് ആണ് കേട്ടോ. സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതി ചോദിച്ചാൽ അത് സ്പ്ലാഷ് ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അത് VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ ആരാണെന്ന് വെച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ ആരാണെന്ന് വെച്ചാൽ അത് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ചോദിച്ചാൽ അത് കണ്ണീരും കിനാവുമാണ്. ഇനി യാചന യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് VT ഭട്ടതിരിപ്പാടാണ്. യാചന യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് വെച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി? ഓപ്ഷൻ വായിക്കാം. അത് ഓപ്ഷൻ ഡി സ്നേഹ സ്വാന്തനമാണ് കേട്ടോ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ചോദിച്ചാൽ അത് സ്നേഹ സ്വാന്തനമാണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ്. പ്രസ്ഥാനവും സ്ഥാപകരുമാണ് ചോദിച്ചിരിക്കുന്നത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് അത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ആത്മവിദ്യാസംഘം ആരുടേതാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് അത് വാഗ്ഭടാനന്ദനാണ്. 1917 സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ 1836. ഇനി അരയ സമാജ സ്ഥാപകൻ ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1907-ലാണ് കേട്ടോ. 1907. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ 1909-ലാണ് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയായിരുന്നു. 32ാമത്തെ ക്വസ്റ്റ്യൻ, B12, B9 എന്നീ ജീവകങ്ങളുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തില് എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ ബി ഹീമോഫീലിയ, ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ ഡി തലാസീമിയ. അത് ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് കേട്ടോ. B12, B9 എന്നീ ജീവകങ്ങളുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12-ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണെന്ന് വെച്ചാൽ അത് പെർനീഷ്യസ് അനീമിയ. ജീവകം B12-ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയ. ഇനി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ചോദിച്ചാൽ അത് ജീവകം B9 ആണ് കേട്ടോ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ചോദിച്ചാൽ അത് ജീവകം B9 ആണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ എ ചെറുകുടൽ, ഓപ്ഷൻ ബി തലച്ചോറ്, ഓപ്ഷൻ സി വൃക്ക, ഓപ്ഷൻ ഡി കരൾ. അത് ഓപ്ഷൻ ഡി കരൾ ആണ് കേട്ടോ. കരൾ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം
കരൾ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ അത് മലേറിയ ആണ് കേട്ടോ, മലേറിയ. ഇനി മലേറിയ പരത്തുന്ന കൊതുകുകൾ ഏതാണ്? മലേറിയ പരത്തുന്ന കൊതുകുകൾ ചോദിച്ചാൽ അത് അനോഫിലസ് പെൺകൊതുകുകളാണ് കേട്ടോ, അനോഫിലസ് പെൺകൊതുകുകളാണ്. ഇനി മലേറിയയുടെ രോഗകാരി ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് കേട്ടോ, പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. ഇനി ഏറ്റവും ഗുരുതരമായ മലേറിയ ഏതാണെന്ന് വെച്ചാൽ അത് ഫാൽസിപാരം മലേറിയ ആണ് കേട്ടോ. ഏറ്റവും ഗുരുതരമായ മലേറിയ ചോദിച്ചാൽ അത് ഫാൽസിപാരം മലേറിയ ആണ്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, CFC, നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, CFC, നൈട്രസ് ഓക്സൈഡ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ഓപ്ഷൻ എ കൗമാരക്കാരിലെ ആത്മഹത്യാ പ്രവണത തടയുക. ഓപ്ഷൻ ബി ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം കൂട്ടുക. ഓപ്ഷൻ സി കുട്ടികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിന്. ഓപ്ഷൻ ഡി രോഗികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ ഡോക്ടർ S. ഫെയ്സി. ഓപ്ഷൻ ബി ശ്രീ കപിൽ കപൂർ. ഓപ്ഷൻ സി ഡോക്ടർ ഗുപ്ത. ഓപ്ഷൻ ഡി കമലേഷ് D. പട്ടേൽ. അത് ഓപ്ഷൻ എ ഡോക്ടർ S. ഫെയ്സി ആണ് കേട്ടോ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാരാണ്? അത് ഡോക്ടർ S. ഫെയ്സി ആണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ വർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ എ ബലം. ഓപ്ഷൻ ബി സമയം. ഓപ്ഷൻ സി വേഗത. ഓപ്ഷൻ ഡി ദൂരം. അത് ഓപ്ഷൻ ഡി ദൂരമാണ് കേട്ടോ. പ്രകാശ വർഷം എന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? ഓപ്ഷൻ എ 100 വാട്ട്. ഓപ്ഷൻ ബി 200 വാട്ട്. ഓപ്ഷൻ സി 20 വാട്ട്. ഓപ്ഷൻ ഡി 500 വാട്ട്. അത് ഓപ്ഷൻ ഡി 500 വാട്ടാണ് കേട്ടോ. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 500 വാട്ടാണ് കേട്ടോ. പവർ കണ്ടുപിടിക്കുന്നത് ചെയ്ത പ്രവൃത്തിയുടെ അളവ് ഡിവൈഡ് ബൈ പ്രവൃത്തി ചെയ്യാനെടുത്ത സമയം. അപ്പം 1000 ജൂൾ ഡിവൈഡ് ബൈ 2 സെക്കൻഡ്, അങ്ങനെ 500 വാട്ട് കിട്ടും. 39ാമത്തെ ക്വസ്റ്റ്യൻ, ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്ത്? ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതി. ഓപ്ഷൻ ബി സൂര്യന്റെ മാസ്. ഓപ്ഷൻ സി ഭൂമിയുടെ മാസ്. ഓപ്ഷൻ ഡി ചന്ദ്രന്റെ മാസ്. അത് ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതിയാണ് കേട്ടോ. എന്താണ്? ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്താണ്? അത് ഭൂമിയുടെ ആകൃതിയാണ്. ഇനി ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം അറിയപ്പെടുന്ന പേരാണ് ഭൂഗുരുത്വ ത്വരണം എന്നറിയപ്പെടുന്നത്. ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം അറിയപ്പെടുന്നത് ഭൂഗുരുത്വ ത്വരണമാണ്. ഇനി ജിയുടെ മൂല്യം ചോദിച്ചാൽ എത്രയാണ്? ജിയുടെ മൂല്യം എത്രയാണ്? അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ജിയുടെ മൂല്യം ചോദിച്ചാൽ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ധ്രുവ പ്രദേശത്ത് ജിയുടെ മൂല്യം എത്രയാണെന്ന് വെച്ചാൽ അത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ധ്രുവ പ്രദേശത്ത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം ചോദിച്ചാൽ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ് കേട്ടോ. 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ്. ഇനി ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് കേട്ടോ. ധ്രുവ പ്രദേശങ്ങളിലും ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലുമാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലുമാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പീരീഡ് 4 ഗ്രൂപ്പ് 13 ആണ് കേട്ടോ. അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന
ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? പീരീഡ് 4ലും ഗ്രൂപ്പ് 13ലുമാണ്. ഇനി 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്ന കുടുംബം ഏതാണ്? 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്ന കുടുംബം ചോദിച്ചാൽ അത് ബോറോൺ കുടുംബം അഥവാ അലൂമിനിയം കുടുംബം എന്നറിയപ്പെടുന്നു കേട്ടോ. ഈ 4ാം പീരീഡിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 18ആണ്. 4ാം പീരീഡിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 18ആണ്. 18. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് ചോദിച്ചാൽ അത് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഏതാ? കെ ഗ്രേറ്റർ ദാൻ പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ, മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ, അലൂമിനിയം ഗ്രേറ്റർ ദാൻ, സിലിക്കൺ. ഇനി പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും മൂലകങ്ങളുടെ ലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നു? അത് കൂടി വരുന്നു കേട്ടോ. എന്താണ്? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും മൂലകങ്ങളുടെ ലോഹ സ്വഭാവം കൂടി വരുന്നു. ഇനി പീരീഡുകളില് ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും മൂലകങ്ങളുടെ ലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നു? പീരീഡുകളില് ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും മൂലകങ്ങളുടെ ലോഹ സ്വഭാവം അത് കുറഞ്ഞു വരുന്നു കേട്ടോ. കുറഞ്ഞു വരുന്നു. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ സി പ്ലാറ്റിനം, ഓപ്ഷൻ ഡി ലിഥിയം. അത് ഓപ്ഷൻ ഡി ലിഥിയം ആണ് കേട്ടോ. ലിഥിയം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് ലിഥിയമാണ്. ഇനി സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് ലെഡ് ആണ് കേട്ടോ. ലെഡ്. ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ചോദിച്ചാൽ ഏതാണ്? അത് ലിഥിയമാണ് കേട്ടോ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ചോദിച്ചാൽ അത് ലിഥിയമാണ്. ഇനി മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? മെഴുകില് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് ലിഥിയമാണ് കേട്ടോ. ലിഥിയം. 45ാമത്തെ ക്വസ്റ്റ്യൻ. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടേതാണ്? അത് ഓപ്ഷൻ സി ഒളിമ്പിക്സ് ആണ് കേട്ടോ. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടേതാണെന്ന് വെച്ചാൽ അത് ഒളിമ്പിക്സിന്റെ ആണ് കേട്ടോ. ഒളിമ്പിക്സ്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം. ഓപ്ഷൻ എ അനാട്ടമി ഓഫ് എ ഫാൾ, ഓപ്ഷൻ ബി ഓപ്പൺഹൈമർ, ഓപ്ഷൻ സി വാർ ഈസ് ഓവർ, ഓപ്ഷൻ ഡി പുവർ തിങ്സ്. അത് ഓപ്ഷൻ ബി ഓപ്പൺഹൈമർ ആണ് കേട്ടോ. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ചോദിച്ചാൽ അത് ഓപ്പൺഹൈമർ ആണ്. 2025 97ാമത് ഓസ്കാർ അവാർഡ് മികച്ച സിനിമ ചോദിച്ചാൽ അത് അനോറയാണ് കേട്ടോ. മികച്ച സിനിമ ചോദിച്ചാൽ അനോറയാണ്. സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ്. ആരാണ്? ഷോൺ ബേക്കർ ആണ് സംവിധാനം ചെയ്തത്. ഇനി മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അഡ്രിൻ ബ്രോഡി ആണ് കേട്ടോ. മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അഡ്രിൻ ബ്രോഡി ആണ്. സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. സിനിമ ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ്. ഇനി മികച്ച നടി ചോദിച്ചാൽ അത് മിക്കി മാഡിസൺ. സിനിമ അനോറയാണ് കേട്ടോ. മികച്ച നടി മിക്കി മാഡിസൺ. സിനിമ അനോറയാണ്. ഇനി മികച്ച സംവിധായകൻ ആരാണ്? മികച്ച സംവിധായകൻ അത് ഷോൺ ബേക്കർ ആണ്. ആരാണ്? ഷോൺ ബേക്കർ ആണ്. സിനിമ അനോറയാണ് കേട്ടോ. ഇനി മികച്ച തിരക്കഥ മികച്ച തിരക്കഥ അത് ഷോൺ ബേക്കർ. സിനിമ അനോറയാണ്. മികച്ച തിരക്കഥ ഷോൺ ബേക്കർ. സിനിമ ചോദിച്ചാൽ അത് അനോറയാണ് കേട്ടോ. ഇനി 97ാമത് ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയ സിനിമ ചോദിച്ചാൽ അത് അനോറയാണ്. ഏതാണ്? 97ാമത് ഓസ്കാറിലെ ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയ സിനിമ ചോദിച്ചാൽ അത്
അനോറയാണ്. എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് കേട്ടോ. മികച്ച സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ്, മികച്ച നടി, മികച്ച സിനിമ, ഇവയ്ക്കാണ് 5 എണ്ണത്തിനാണ് കേട്ടോ. ഇനി 97ാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതാണെന്ന് വെച്ചാൽ അത് ലാപത്ത ലേഡീസ്. സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ്. 97ാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതാണെന്ന് വെച്ചാൽ അത് ലാപത്ത ലേഡീസ്. സംവിധാനം ചെയ്തത് കിരൺ റാവോ. 47ാമത്തെ ക്വസ്റ്റ്യൻ. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർക്കാം, ലവനിയിലാദ്യമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവൻ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ ഏതു കൃതിയിലേതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ആത്മോപദേശ ശതകം. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സാകേതം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കലി, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദൈവത്താർ, നാലാമത് പറഞ്ഞിരിക്കുന്നത് ലങ്കാലക്ഷ്മി. അത് ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ആണ് കേട്ടോ. ഏതൊക്കെയാ? സാകേതവും ലങ്കാലക്ഷ്മിയും. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സാകേതം, ലങ്കാലക്ഷ്മി. ഇനി CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം എന്നറിയപ്പെടുന്ന നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചന സീത. ഏതൊക്കെയാണ്? സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചന സീത. ഈ കാഞ്ചന സീത എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? കാഞ്ചന സീത എന്ന സിനിമ സംവിധാനം ചെയ്തത് അത് ജി അരവിന്ദനാണ് കേട്ടോ. ജി അരവിന്ദൻ. ഇനി CN ശ്രീകണ്ഠൻ നായരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഏട്ടിലെ പശു, നഷ്ടക്കച്ചവടം, തിളയ്ക്കുന്ന മണ്ണ്, മധുവിധു, കലി. ഇതൊക്കെ എന്താണ്? CN ശ്രീകണ്ഠൻ നായരുടെ മറ്റ് പ്രധാന കൃതികളാണ്. ഒന്നുകൂടെ പറയാം. ഏട്ടിലെ പശു, നഷ്ടക്കച്ചവടം, തിളയ്ക്കുന്ന മണ്ണ്, മധുവിധു, കലി. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ. കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. രണ്ടാമത്തെ പ്രസ്താവന മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. കണ്യാർ കളി പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ഇനി പാലക്കാടിന്റെ പൈതൃക കലാരൂപം എന്നറിയപ്പെടുന്നത് കണ്യാർ കളിയാണ് കേട്ടോ. പാലക്കാടിന്റെ പൈതൃക കലാരൂപം എന്നറിയപ്പെടുന്നത് കണ്യാർ കളിയാണ്. ഇനി പൊന്നാനക്കളി എന്നറിയപ്പെടുന്ന അനുഷ്ഠാന കളി ഏതാണെന്ന് വെച്ചാൽ അത് കണ്യാർ കളിയാണ് കേട്ടോ. പൊന്നാനക്കളി എന്നറിയപ്പെടുന്ന അനുഷ്ഠാന കല ചോദിച്ചാൽ അത് കണ്യാർ കളിയാണ്. ഇനി പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള നൃത്ത നാടകം ചോദിച്ചാൽ അത് മീനാക്ഷി കല്യാണമാണ്. മീനാക്ഷി കല്യാണം. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള നൃത്ത നാടകം ചോദിച്ചാൽ അത് മീനാക്ഷി കല്യാണമാണ്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആശാ പൂർണാദേവി, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശരൺകുമാർ ലിംബാളെ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രഭാവർമ്മ, നാലാമത് പറഞ്ഞിരിക്കുന്നത് M ലീലാവതി. ആർക്കൊക്കെയാ? ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് കേട്ടോ. ആർക്കൊക്കെയാ? ശരൺകുമാർ ലിംബാളയും പ്രഭാവർമ്മയ്ക്കുമാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവരിൽ പെടുന്നത്. 2023 പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സാത്വികം, പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ്. 2024 ആർക്കാ സരസ്വതി സമ്മാന ജേതാവ്? 2024 സരസ്വതി സമ്മാന ജേതാവ് ചോദിച്ചാൽ അത് മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. കൃതി ചോദിച്ചാൽ അത് സ്വാമി നാരായണ സിദ്ധാനന്ദ സുധ. കൃതി സ്വാമി നാരായണ സിദ്ധാനന്ദ സുധ. സംസ്കൃത പണ്ഡിതനാണ് കേട്ടോ. 2024 മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. കൃതി സ്വാമി നാരായണ സിദ്ധാനന്ദ സുധ. സംസ്കൃത പണ്ഡിതനാണ്. ഇത് ആരാ? ആശാപൂർണാദേവി ആരാണ്? ആശാപൂർണാദേവി ആരായിരുന്നു? അത് ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയ വനിത ചോദിച്ചാൽ അത് ആശാപൂർണാദേവിയാണ് കേട്ടോ. ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആശാപൂർണാദേവിയാണ്. കൃതി ചോദിച്ചാൽ അത് പ്രഥം പ്രതിശ്രുതിയാണ് കേട്ടോ. പ്രഥം പ്രതിശ്രുതിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് 50 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് കേട്ടോ.